ഡോക്ടർ, ഏറ്റവും കൂടുതൽ ആളുകൾ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സിറ്റിംഗ് ഇസ് എ ന്യൂ ടൈം ബോംബ് എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ? അതെ, ഡെഫിനറ്റ്ലി അതങ്ങനെ തന്നെയാണ്. കാരണം നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോയിലർ കോഴിയെ എങ്ങനെയാണ് വളർത്തുന്നത്. ലിമിറ്റഡ് സ്പേസിൽ അവർക്ക് കൂടുതൽ എനർജി എക്സ്പെൻഡിച്ചർ ചെയ്യാതെ ലിമിറ്റഡ് ടൈമിൽ അതിനെ വളർത്തിക്കൊണ്ടുവരിക, ബോഡി വളർത്തിക്കൊണ്ടുവരിക. അതുതന്നെയാണ് ഈ സിറ്റിംഗ് ആൾക്കാർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ലിമിറ്റഡ് സ്പേസിൽ ഇരുന്ന് വർക്ക് ചെയ്യേണ്ടി വരിക. അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ലോങ് അവേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ ഇതേ പ്രശ്നമാണ് ഉണ്ടാകുന്നത്. അവർ കഴിക്കാനുള്ളത് കഴിക്കും, അതിന് ഒരു സംശയമില്ല. അത് പലപ്പോഴും എളുപ്പത്തിന് വേണ്ടി ജങ്ക് ഫുഡ് എടുത്ത് കഴിച്ചെന്നിരിക്കും. അപ്പോൾ കാലറി കൂടുതൽ എടുത്ത് കഴിക്കുകയും ചെയ്യും, അവരൊരേ പോസ്റ്ററിൽ ഇരുന്ന് വർക്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇത് കാലറി ചിലവാക്കാൻ ഒക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഒബീസിറ്റി വരും, അമിതവണ്ണം വരും. അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ. രണ്ടാമത്തെ പ്രശ്നം അവരുടെ പോസ്ചർ, ബാഡ് പോസ്ചർ. ഇപ്പോൾ ബാഡ് പോസ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നടുവിന് മുതൽ തുടങ്ങും, കാല് മുതൽ നടുവിന് അവരൊരേ പോസ്ചറിലിരുന്ന് വളഞ്ഞിരുന്ന് ചെയ്യുന്നതിൻ്റെ പ്രശ്നം. രണ്ടാമത്തെ കാര്യം അവരുടെ കഴുത്തിൻ്റെ പ്രശ്നം. നമ്മളിപ്പോൾ ഇൻഫോ പാർക്കിനടുത്തായതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് കഴുത്തിൻ്റെ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അവർ യങ്സ്റ്റേഴ്സാണ്. നമ്മൾ പണ്ട് അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തതാണ്. യങ്സ്റ്റേഴ്സ് അവർ ഒരേ പൊസിഷനിലിരുന്ന് വർക്ക് ചെയ്യുന്നതാണ്. അവർ വർക്ക് ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പോസ്ചറൊക്കെ ശരിയാക്കാൻ വേണ്ടി വലിയ കമ്പനികളിൽ, IT കമ്പനികളിലൊക്കെ എർഗണോമിസ്റ്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റുണ്ട്. എർഗണോമിസ്റ്റിൻ്റെ ജോലി ഈ പോസ്ചർ ശരിയാക്കുക, അവരുടെ സിറ്റിംഗ് പൊസിഷൻ ശരിയാക്കുക, അവരുടെ ഐ ലെവൽ കമ്പ്യൂട്ടറായിട്ടുള്ള അതൊക്കെ നോക്കുക, അവരുടെ ദൈനംദിനമായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷനും വർക്കിംഗ് പാറ്റേണും ഇരിപ്പ് മുതലെല്ലാം. നമ്മൾ പറയും നടപ്പ് ശരിയല്ല എന്ന് പണ്ട് പറയുന്നത് ഇരിപ്പ് ശരിയല്ല, അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അവരുടെ ഇരിപ്പ് ശരിയാക്കുക, ഫ്രീക്വൻ്റായിട്ട് ബ്രേക്ക് എടുത്ത് അവരെ നടത്തുക. അവർക്ക് കോഫി കുടിക്കണമെന്നുണ്ടെങ്കിൽ നടന്നു പോയി കുടിക്കത്തൊക്കെ കാണണം, അല്ല കോഫി വേണ്ടിയപ്പോൾ മേശപ്പുറത്ത് വന്നിരുന്ന് അത് സിപ്പ് ചെയ്യുകയല്ല വേണ്ടത്. അവർ കോഫി എവിടെയാണ് കോഫി ഉള്ളതെന്ന് വെച്ചാൽ അവിടെ പോയി എടുത്ത് കൊണ്ടുവന്ന് ഇരിക്കുക. ഇതേ ആൾക്കാർക്ക് അവർക്ക് സമയം കളയാനില്ലാത്തതുകൊണ്ട് പലപ്പോഴും അവരുടെ വർക്ക് പ്രഷറാണ് വരുന്നത്. പ്രോജക്റ്റ് ചെയ്യുമായിരിക്കും, ടൈം ലിമിറ്റ് കാണും. അതൊരു ടൈം ബോംബ് തന്നെയാണ്. ആ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് ടൈം ബോംബാണ്. കാരണം അവർ ആ സമയത്തിനുള്ളിൽ തീർക്കാൻ വേണ്ടി അവർ ഭക്ഷണം ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യും. പെട്ടെന്ന് കിട്ടുന്ന ഭക്ഷണം എടുത്തൊരു പെട്ടെന്ന് കിട്ടുന്ന ഭക്ഷണമാണ് ജങ്ക് ഫുഡ്. അപ്പോൾ അവരുടെ ജീവിതശൈലിയെ മാറുകയാണ്. ലാക്ക് ഓഫ് എക്സസൈസ് കൊണ്ട് ബാഡ് ഫുഡ് ഹാബിറ്റും വന്നു കഴിഞ്ഞു. പിന്നെ അതിന് തടയിടാൻ വേണ്ടിയാണ് ഇപ്പോൾ പലപ്പോഴും ആൾക്കാർ പോസ്ചറൽ എക്സസൈസുകൾ ചെയ്യുന്നുണ്ട്. നിന്നുകൊണ്ടുള്ള വർക്കിംഗ് പാറ്റേൺ വന്നു കഴിഞ്ഞു. അത് നമുക്ക് പാശ്ചാത്യ രാജ്യങ്ങൾ പലയിടത്തും നിന്നുകൊണ്ടുള്ള റേസ്ഡ് ടേബിൾ, അത് സ്റ്റാൻഡിങ് പോസ്ചർ, അത് വന്നു കഴിഞ്ഞു. കാരണം അത് റിയലൈസ് ചെയ്തു ഇതിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത്. ഇവർക്ക് ഒരു 40 വയസ്സാകുമ്പോഴേ ഇത് അവർക്ക് ഇഷ്യൂസ് തുടങ്ങിക്കഴിഞ്ഞു, കൂടുതലായിട്ടുള്ള ഇഷ്യൂസ് ഈ പോസ്ചർ കൊണ്ടുള്ള. ഇതിന് ഏറ്റവും തടയിടാനൊക്കുന്ന ഒരു കാര്യം പോസ്ചറൽ എക്സസൈസാണ്. പോസ്ചറൽ എക്സസൈസ് കൂടാതെ നമ്മുടെ ഫുഡ് ഹാബിറ്റ് കൺട്രോൾ ചെയ്യുക. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവരൊരു ലോങ് അവേഴ്സ് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? അത് ദേ വിൽ ബി നാച്ചുറലി ടയേർഡ്. അപ്പോൾ അവർക്കുള്ള ഒരു അടുത്ത ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ TV അല്ലെങ്കിൽ എന്തെങ്കിലും കാണുക, എന്തെങ്കിലും പ്രോഗ്രാം കാണുക. അത് അവർ പലപ്പോഴും ചെയ്യുന്നത് TV നമ്മൾ ഒഴിവാക്കിയിട്ട് മൊബൈലിൽ അല്ലെങ്കിൽ ഇതിലായിരിക്കും കാണുന്നത്. അത് പലപ്പോഴും കിടന്നുകൊണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും സിറ്റിയിൽ ഏതെങ്കിലും സെറ്റിയിൽ ചടഞ്ഞു കൂടിയിരിക്കാമെന്ന് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു. അത് അവിടുത്തേനും ഘടക വിരുദ്ധമായിട്ട് വേറൊരു ബാഡ് പോസ്ചറിലോട്ടാണ് ഇരിക്കാൻ പോകുന്നത്. അതുപോലെ കിടന്നുകൊണ്ട് കാണുക, അതൊക്കെ ബാഡ് പോസ്ചറാണ്. ഞാൻ ആൾക്കാരോട് പറയും, നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ കണ്ടോളൂ, പക്ഷേ ഹെഡ് സപ്പോർട്ടോടുകൂടി നമുക്ക് ഐ ലെവൽ വെച്ചിട്ട് ഇപ്പോൾ ആരോടും മൊബൈലിൽ കാണരുത്, എടുക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പാർട്ട് ഓഫ് അവർ ലൈഫാണ്. അപ്പോൾ അതിന് കറക്റ്റ് പോസ്ചറിലിരുന്ന് കാണുക, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അവർ പോസ്ചറിൽ എക്സസൈസ് ചെയ്യുക. അതാണ് നമുക്ക് അതിനുള്ള ഒരു പരിഹാരം. ഇപ്പോൾ ഇൻഫോ പാർക്കിലേക്ക് ആളുകൾ കാണാൻ വരുന്നു എന്ന് പറഞ്ഞാൽ IT പ്രൊഫഷണൽസ് ഇത്രയും. അപ്പോൾ ഡോക്ടർ അവർക്ക് കൊടുക്കുന്ന ഒരു എന്താ ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ പോസ്ചറൽ എക്സസൈസ്. അതാണ് നമ്പർ 1 തിങ്. പോസ്ചറൽ എക്സസൈസ്, ഫ്രീക്വൻറ്റ് ബ്രേക്ക്. അത് അവരുടെ ബോസിന് പിടിക്കില്ലായിരിക്കും, പക്ഷേ അതാണ് വേണ്ടത്. ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, കോഫി എടുക്കണമെന്നുണ്ട്, കോഫി ബ്രേക്ക് എടുക്കുക. അത് എവറി 2 hours എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോയി വെള്ളം കുടിക്കാൻ വേണ്ടി പോയി നടന്നിട്ട് ഒരു എക്സസൈസ് പോസ്ചറൽ എക്സസൈസ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുക. അത് 1 minute എടുക്കുകയുള്ളൂ. 1 minute ചെയ്യാൻ ഒക്കുന്ന പോസ്ചറൽ എക്സസൈസാണ് പറഞ്ഞു കൊടുക്കുന്നത്.
അതവർക്ക് ചെയ്യാൻ ഒക്കുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് എർഗണോമിസ്റ്റിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട്. അവരാണ് അവരുടെ ഡേ ടു ഡേ ഇത്. ചില ആൾക്കാർക്ക് നടുവേദന കൊണ്ട് നടുവിന് അപ്പോൾ അവരുടെ കുഷൻ ശരിയാക്കണമായിരിക്കും, ഹൈറ്റ് ശരിയാക്കണമായിരിക്കും, അവരുടെ ബാക്ക് സപ്പോർട്ട് വേണം, ഹെഡ് സപ്പോർട്ട് വേണം, ഈവൻ കൈയുടെ സപ്പോർട്ട് ഇത് വേണ്ടി വരുമായിരിക്കും റിസ്റ്റിന്. അങ്ങനെ പല രീതിയിലുള്ള ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ളതായിരിക്കും വേണ്ടി വരുന്നത്. അപ്പോൾ ലോങ് അവേഴ്സ് വർക്ക് ചെയ്യുന്നവർക്ക് ഇതൊരു മസ്റ്റാണ്. ഞാൻ ഈ ലോങ് അവേഴ്സ് വർക്ക് ചെയ്യുന്നവരെ ഞാൻ അവരെ കളിയാക്കാൻ പറയുന്നതല്ല, എന്നാലും ബ്രോയിലർ ചിക്കനുമായിട്ട് ഒന്ന് നമുക്ക് ഉപമിക്കാൻ ഒക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്നതിൻ്റെ ഒരു സാരാംശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോണ്ട് ബാങ്കിൽ വളരെ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുക. കുട്ടികളായിരിക്കുമ്പോൾ തൊട്ട് വർക്കൗട്ടും ഫുഡും റെഗുലറായിട്ട് കൊണ്ടുപോവുക. ബോഡി മാസ്, വെയിറ്റ്, BMI എല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുക. ഒരു മോഡറേറ്റ് ആയിട്ടുള്ള രീതിയിൽ എല്ലാത്തിനെയും ആസ്വദിക്കുക, ശരീരത്തെ ശ്രദ്ധിക്കുക, ലക്ഷണങ്ങൾ കണ്ടാൽ വൈകിക്കരുത്, ഓടി വരിക. ശരിയാണ്. പണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടികൾ വർക്കൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം സ്കൂളിൽ പോകുന്നത് നടന്നാണ്, 1 കിലോമീറ്ററെങ്കിലും നടക്കും. പിന്നെ നടന്നല്ല പോകുന്നത് ഒരു കുട്ടികൾ, ഓടിയാണ് പോകുന്നത് പലപ്പോഴും. അതൊക്കെ ബൈ ഡീഫോൾട്ട് അന്ന് എക്സസൈസ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം നടക്കാൻ വേണ്ടി നടക്കണം, ഓടാൻ വേണ്ടി ഓടണം. അതാണ് വ്യത്യാസം. ഡോക്ടർ, പൊതുവേ ഉള്ള ഒരു സംശയമാണ്, ഇപ്പം കാൽഷ്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് അങ്ങോട്ടുള്ളിലോട്ട് അധികം ചെന്നിട്ടുണ്ടെങ്കിൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് ഇത് പലപ്പോഴും ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ്. കാരണം നമ്മളൊരു നോർമലായിട്ടുള്ള ഒരാൾ കാൽഷ്യം ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് തന്നെയുണ്ട്. ആവശ്യമുള്ള കാൽഷ്യം നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് അബ്സോർവ് ചെയ്യത്തില്ല. നമ്മുടെ രക്തത്തിലെ അളവ് ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അതിനുള്ള ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ട്. പക്ഷേ ഈ ഫീഡ്ബാക്ക് മെക്കാനിസം തകരുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില ഹോർമോണുകളുടെ വ്യത്യാസം. ഈ കാൽഷ്യത്തെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണുണ്ട്, നമ്മുടെ തൈറോയിഡിനകത്തുള്ള ഒരു പാരതൈറോയ്ഡ് ഹോർമോണുണ്ട്. അതിന് തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാൽഷ്യം കണ്ടമാനം കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ അത് ടെസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാറുള്ളൂ. ഒന്ന് ഹോർമോൺ ലെവലും ടെസ്റ്റ് ചെയ്യും, കാൽഷ്യത്തിൻ്റെ അളവും ടെസ്റ്റ് ചെയ്തു, എന്നിട്ട് നമ്മൾ കൊടുക്കാറുള്ളൂ. അല്ലാതുള്ള എല്ലാവർക്കും എത്ര കാൽഷ്യം കഴിച്ചാലും നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉള്ളതുകൊണ്ട് നോർമലായിട്ടേ കയറുള്ളൂ. അത് ടാബ്ലറ്റിൻ്റെ കാര്യത്തിൽ. ഇഞ്ചക്ഷൻ എടുക്കുകയാണ് ഡിഫറെൻ്റാണ്. ഇഞ്ചക്ഷൻ എടുക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ കാൽഷ്യം ഇഞ്ചക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെവൽ ചെക്ക് ചെയ്ത് തന്നെ എടുക്കണം. അല്ലാതെ നോർമലായിട്ടുള്ള എല്ലാവർക്കും അത് കഴിക്കാം, സ്റ്റോൺ ഉണ്ടാകത്തില്ല. പിന്നെ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അതിൽ ആദ്യത്തെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ നഖം വളരുന്ന സമയത്ത് ഒരു വൈറ്റ് കളറ് നഖത്തിനുള്ളിൽ വരുമല്ലോ, നിനക്ക് കാൽഷ്യം ഇല്ലാത്തതുകൊണ്ടാണ് കയ്യിൽ വെള്ളപ്പാട് ആണോ, അതുകൊണ്ടാണോ? അല്ല, ഈ നഖത്തിലുള്ള ഒരു വ്യത്യാസം വരും. അതിനൊരു പാട് വരുന്നതും ഒരു ചെറിയൊരു എന്തൊരു സ്കോർ പോലൊരു സാധനം ഉണ്ടാകും. അതൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലും അത് അയണിൻ്റെ കുറവ് കൊണ്ടാണ്. അയണിൻ്റെ കുറവാണ്. കാൽഷ്യത്തിനേക്കാൾ കൂടുതൽ അയണിൻ്റെ കുറവ് കൊണ്ട് തന്നെയാണ് അത് ഉണ്ടാകുന്നത്. കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ബാങ്കിങ് കൺസെപ്റ്റ്. നമ്മൾ എത്ര കൂടുതൽ ബോണിൻ്റെ കട്ടി കൂട്ടി വെച്ചാലും അത്രയും നല്ലതാണ്. അപ്പോൾ അതിനുവേണ്ടി തന്നെ ഉള്ള വെയിറ്റ് ബെയറിങ് എക്സസൈസ് കുട്ടികൾക്കാകുമ്പോൾ മുതിർന്നവരുടെ കൂട്ടല്ല. ഇപ്പോൾ ഒരു 60 വയസ്സ് ആളുടെ അടുത്ത് ചെന്നിട്ട് ചാടിക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പല കാരണങ്ങളുണ്ട്. മുട്ടിന് വേദന കാണും, അവർക്ക് മസിൽ പെയിൻ കാണും, ബാക്ക് പെയിൻ കാണും. പക്ഷേ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എളുപ്പം ചെയ്യാൻ ഒക്കും. ഏറ്റവും എളുപ്പം ചെയ്യാൻ ഒക്കുന്നതാണ്. സ്കൂളുകളിലൊക്കെ പണ്ട് ഏറ്റവും എക്കണോമിക്കലായിട്ടുണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു സ്കിപ്പിംഗ് റോപ്പ്. അവർ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല വെയിറ്റ് ബെയറിങ് എക്സസൈസ്. അത് നമുക്ക് മഴയാണെങ്കിൽ അകത്ത് നിന്ന് ചെയ്യാം, വരാന്തയിൽ ചെയ്യാം, വീടിനകത്ത് നമുക്ക് ചെയ്യാം. മഴയാണ്, അല്ലെ പൊടിയാണ്, ട്രാഫിക് ഉണ്ട്, റോഡിൽ നടക്കാൻ ഒക്കുന്നില്ല, അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. നമുക്ക് വീടിനകത്ത് ചെയ്യാൻ ഒക്കുന്നതാണ് സ്കിപ്പിംഗ് റോപ്പ്. ഒരു സ്കിപ്പിംഗ് റോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള എക്സസൈസ് ആയി കഴിഞ്ഞു. അതുപോലെ ഓട്ടം ചാട്ടം, അത് പിന്നെ കുട്ടികൾക്കുള്ള സ്കൂളുകളിലുള്ള ഒരു പാഠ്യപദ്ധതിയുടെ കൂടെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അത് റീഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പല സ്കൂളുകളിലും അതിനുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ട് ഉള്ള ടൈം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇൻ്റർവൽ സമയത്തൊക്കെ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ കുട്ടികൾ ഓടി നടക്കുകയായിരുന്നു ചെയ്യുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ ലൈനായിട്ട് മര്യാദയ്ക്ക് പോയി നടക്കുക എന്നുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് കുട്ടികൾ ഏറ്റവും കൂടുതൽ കായികമായി ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ വേറെ ഒരെണ്ണം നമ്മൾ ഈയിടെ കണ്ടിട്ടുള്ളതാണ് ട്രാംപോളിനിങ്. ട്രാംപോളിൻ ചാടുക എന്നുള്ളത് വിദേശത്ത് വളരെ കോമൺ ആയിട്ടാണ് നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഇത്
നല്ല എക്സസൈസൊക്കെയാണ്. പക്ഷേ അത് കുട്ടികളുടെ ആംഗിള് ഇഞ്ചുറി കൂടുതലാണ് ഇതിന്, ട്രാംപ്ലീനിങ്ങിന്. അതിൽ ട്രെയിൻഡായിട്ട് അല്ലെങ്കിൽ നല്ല ട്രാംപ്ലീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത കുറവാണ്. എങ്കിൽ പോലും അതുണ്ടാകാനുള്ള ട്വിസ്റ്റിംഗ് ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. സ്കിപ്പിങ് പോലുള്ള ഇത് എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അത് നമുക്ക് കാലിന് മാത്രമല്ല കൈക്കും ബോഡിക്കും മൊത്തം നല്ല എക്സസൈസാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ കുട്ടികൾക്ക് ഇപ്പോൾ ഓടാം, ചാടാം, സ്കിപ്പിംഗ് റോപ്പ് ചെയ്യാം, അങ്ങനെ അല്ലാത്ത വളരെ കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇൻഡോർ, ഈ കോവിഡ് വന്നതിന് ശേഷം നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ്, വളരെ ഗ്ലൂഡാണ് ഒത്തിരി കുട്ടികളും ടി വിയോടും ഡിവൈസസിനോടും. പണ്ട് പുറത്തുനിന്ന് കയറ്റി കൊണ്ടുവരാൻ കഷ്ടപ്പെട്ട പേരൻസ് ഇപ്പോൾ ഒന്ന് പോടി എന്ന് പറയുന്ന സമയമാണ്. അപ്പോൾ ഇൻഡോർ ആയിട്ട് പിന്നെ എന്തൊക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റും? അവർക്ക് നമുക്ക് ചെയ്യാനൊക്കുന്ന അത് മുതിർന്നവർക്കും ചെയ്യാനൊക്കുന്നതാണ് ഈ സ്റ്റെപ്പർ. ഒരു സ്റ്റെപ്പർ വെച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കുക. അത് വലിയ നമുക്കിപ്പം പിന്നെ സ്പോർട്സ് കടകളിലൊക്കെ വലിയ സ്റ്റെപ്പറുകളൊക്കെ കിട്ടും, കാലറി കൗണ്ടും നമ്പർ ഓഫ് സ്റ്റെപ്സും അതും ഇതും എല്ലാം ചെയ്യുന്ന. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ചവിട്ടുപടി ഉണ്ടെങ്കിൽ, അതായത് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ അതിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയാൽ മതി. നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു വെയ്റ്റ് ബെയറിങ് എക്സസൈസ് നമുക്ക് വളരെ കൂടുതലായിട്ട് കിട്ടുന്നതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥലപരിമിതിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടി പോലുള്ള അതൊക്കെ നമുക്ക് ഇൻഡോർ ചെയ്യാനൊക്കെ ഒന്നാണ്. പല വീടുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ട്രെഡ്മില്ല് നമുക്ക് എല്ലാവർക്കും മേടിക്കാനൊരു എന്തൂസിയാസം ഉണ്ടെങ്കിലും ഉപയോഗിക്കാനുള്ള എന്തൂസിയാസം പലപ്പോഴും കാണത്തില്ല. അത് അവിടെ കൊണ്ട് നമ്മുടെ വീട്ടിലും ഒരു ട്രെഡ്മില്ലുണ്ട് എന്നുള്ള അത് കൂടുതൽ ഉപയോഗിക്കാനുള്ള. അത് പക്ഷേ പുതിയ തരം ട്രെഡ്മില്ലുകൾ വരുന്നുണ്ട്, ശബ്ദം കുറവാണ്, വീതി കൂടുതലാണ്, അപ്പോൾ സേഫാണ്. പിന്നെ നമുക്കത് എന്തെങ്കിലും പ്രോഗ്രാം കണ്ടുകൊണ്ട് ചെയ്യാനൊക്കും. എന്തെങ്കിലും നമുക്ക് റീൽസോ എന്ത് വീഡിയോസോ ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാനൊക്കും. അത് വളരെ അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ അതുകൊണ്ട് തിരിച്ച് വരുന്നുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മഴയത്തോ വെയിലാണ്, മഴയാണ്, ട്രാഫിക്കുണ്ട്, പൊടിയുണ്ടെന്നൊന്നും പറഞ്ഞ് നമുക്ക് വെളിയിലോട്ട് പോകാൻ ഒക്കുന്നില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് വേണ്ട. അതൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. നമുക്കിഷ്ടമുള്ള സമയത്ത് ചെയ്യാം. രാവിലെ ഒരു കുറച്ച് സമയം ചെയ്യാം, വൈകിട്ടും കുറച്ച് സമയം ചെയ്യാം. സോ അതൊക്കെ നല്ല ഇതായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ ഒക്കുന്നതാണ്. അതായത് നമ്മൾ നമ്മുടെ ശരീരഭാരം ശ്രദ്ധിക്കുക, കഴിക്കുന്ന ഭക്ഷണം ശ്രദ്ധിക്കുക, ചെറുപ്പം തൊട്ട് മാക്സിമം കാൽഷ്യം എടുക്കാനായിട്ട് നോക്കുക. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്കിതിനെ പ്രിവെൻറ്റ് ചെയ്യാം. അതെ, ശരീരഭാരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിനനുബന്ധമായിട്ടൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു. നമ്മളെപ്പോഴും ഒബീസായിട്ടുള്ള ശരീരഭാരം കൂടുതലുള്ള ആൾക്കാർക്ക് ആണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇതിനകത്തിലൊരു നേരെ ഒരു തിരിച്ചുള്ളതാണ്. നമ്മുടെ നോർമൽ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അപ് ടു 23 ആണ്. 18 to 23 to 25 എന്നൊക്കെ പറഞ്ഞ ബോർഡറിൽ നിന്ന്. പക്ഷേ ഏഷ്യൻസിന് 23 ആണ്, വെസ്റ്റേൺ പോപ്പുലേഷൻ അത് 25 ആണ്. അതാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ അതേസമയം ബോഡി മാസ് ഇൻഡെക്സ് വളരെ കുറഞ്ഞ ആൾക്കാർ, ഒരു 16, 15 ഒക്കെ അങ്ങനെയുള്ള ആൾക്കാരുണ്ടോയെന്ന് ചോദിക്കും. ഉണ്ട്. നമ്മൾ മോഡലിങ്ങിന് ഒക്കെ പോകുന്ന ആൾക്കാരല്ലേ, അവർ വളരെ തിന്നായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്, മോഡലിംഗ് വേൾഡ് ഒരു തിന്നായിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് മാറിക്കഴിഞ്ഞു. അങ്ങനെയുള്ള അവർക്ക് ചില ആൾക്കാർക്ക് വളരെ സെലിബ്രിറ്റി ആയിട്ടുണ്ടായിരുന്ന ചില ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇതിൻ്റെ പേരിൽ ആരോഗ്യ പ്രശ്നമുണ്ടായി. അവരെയൊക്കെ ബാൻ ചെയ്യുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം അതൊരു പുതിയ തലമുറയ്ക്ക് അതൊരു റോങ് മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ബോഡി മാസ് ഇൻഡെക്സ് 16, 17 ഒക്കെയുള്ള ഒരുപാട് മോഡൽസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർക്ക് ഓസ്റ്റിയോപോറോസിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. യെസ്, ശരീരഭാരം അങ്ങനെയാണ്. അതെ, ശരീരഭാരം കുറവുള്ളവർക്ക് ബോഡി മാസ് ഇൻഡെക്സ് 18 താഴെയാണെങ്കിൽ അവർക്ക് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഈ 23 എന്ന് പറയുന്ന ആളുകളുടെയും അതിന് മുകളിലോട്ടുള്ളവരുടെ അവസ്ഥ എങ്ങനെയാണ്? അതെ, 23 അവർക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ 23 നമുക്ക് നോർമലായിട്ട് എടുക്കുകയാണ്. അവർ പിന്നെ വളരെ ഒബീസായിട്ട് മോർബിഡ് ഒബീസായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ഓസ്റ്റിയോപോറോസിസ് കൂടുതലാണ്. അതിൽ പല കാരണങ്ങളുണ്ട്. അവരുടെ മൊബിലിറ്റി കുറവാണ്. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടൊക്കെയാണ് അവർക്ക് ഇത്. പിന്നെ അവരുടെ ഭക്ഷണ രീതി ശരിയായിരിക്കില്ല. പിന്നെ അവർക്ക് പലപ്പോഴും തൈറോയ്ഡ് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാണും. അപ്പോൾ അതുകൊണ്ടൊക്കെ അവർക്ക് ഓസ്റ്റിയോപോറോസിസ് വരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഞാൻ പൊതുവെ പറഞ്ഞത്, സാധാരണ നമ്മൾ കുറ്റപ്പെടുന്നത് വണ്ണമുള്ളവർ അവർക്ക് എല്ലാ അസുഖമാണ്. പക്ഷേ ഇവിടെ നമുക്ക് വണ്ണം കുറഞ്ഞ ആൾക്കാർക്കാണ്, ബോഡി മാസ് ഇൻഡെക്സ് കുറഞ്ഞ ആൾക്കാർക്കാണ് ഓസ്റ്റിയോപോറോസിസ് വരാൻ സാധ്യത കൂടുതൽ. അപ്പോൾ നമ്മൾ ഒരു ബാലൻസിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ എപ്പോൾ പിടിച്ചു എന്ന്
നോക്കിയാൽ മതി. അതെ, അത് ശരിയാണ്. അത് എല്ലാത്തിനും ഇതിപ്പോൾ നമ്മൾ ഓസ്റ്റിയോപൊറോസിനെ മാത്രം ഫോക്കസ് ചെയ്തല്ലേ പറഞ്ഞത്. അതെ അതെ. ഇത് ചെയ്യുന്നതിൻ്റെ കുറേ കൊളാറ്ററൽസ് ഉണ്ട്. നമുക്ക് ഹാർട്ടിന് ഉള്ള എക്സസൈസാണ്, ഹൃദ്രോഗം വരാതിരിക്കാനുള്ള എക്സസൈസ്, പിന്നെ പ്രമേഹം പോലുള്ള അസുഖം വരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ, അതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ നമ്മൾ ഈ ശരീരം ശ്രദ്ധിക്കുന്നുണ്ട്, വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ട്. അതെ. ഇപ്പോൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് ഇത് എവിടെ നോക്കിയാലും നമുക്ക് ഒരു ഫാറ്റി ലിവറിന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഒക്കുന്നത് എക്സസൈസ് തന്നെയാണ്. അപ്പോൾ ഇത് ഒരെണ്ണത്തിന് മാത്രമുള്ള, ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് കൊളാറ്ററൽ ബോണസ് കിട്ടുന്നുണ്ട്. നമ്മൾ കൂടുതൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ, കാരണം വി ക്യാൻ യൂസ് ഇറ്റ്. പക്ഷേ ഈ ഫുഡുകളൊക്കെ, അതായത് ഇപ്പോൾ ജങ്ക് ഫുഡ് ഭയങ്കര ഈസിയാണല്ലോ, എല്ലാം വീട്ടിലോട്ടും കൂടെ വരുന്ന സമയത്ത് ആളുകൾ മാറി അത് കഴിക്കുകയാണ്. ഞാൻ ഇച്ചിരിയേ കഴിക്കുന്നുള്ളൂ 3 നേരം എന്ന് പറഞ്ഞാലും ഫുൾ ജങ്ക് ഫുഡിലോട്ടുള്ളൊരു മാറ്റം ഇതിനൊരു റീസണായി വരുന്നുണ്ട്. അത് നമുക്ക് ബൈ ഡീഫോൾട്ട് നമ്മളെല്ലാവരും ജങ്ക് ഫുഡ് കഴിക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലായാലും ആരെങ്കിലും ഒരു കേക്ക് കട്ടിങ് ആണ്, അവിടെ ചെന്ന് ഒന്ന് എല്ലാ ദിവസവും കാണും ഇതൊക്കെ. അത് എടുത്തില്ലെങ്കിൽ ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്, മനസ്സിലല്ലേ? അപ്പോൾ ഇതൊരു സോഷ്യൽ ഡിസീസാണ്. ശരിയാണ്, ഏതെങ്കിലും തരത്തിൽ. അതെ, അപ്പോൾ അവിടെ ചെന്നില്ലെങ്കിൽ അത് പ്രശ്നമാണ്, ചെന്നിട്ട് കേക്ക് എടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്. ശ്രദ്ധിക്കണം ഒരുപാട്. ഇനി നമ്മുടെ ഇതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കുറച്ച് ഫുഡുകളുടെ പേര് വായിക്കും, അപ്പോൾ ഡോക്ടർ അത് ഓസ്റ്റിയോപൊറോസിസിൻ്റെ ഒരു ആംഗിളിൽ നിന്നാണ് പറയേണ്ടത്. അത് നല്ലതാണോ ചീത്തയാണോ ശരീരത്തിന് എന്നുള്ളതാണ് ഡോക്ടർ പറയേണ്ടത്. ആ ഒരു ആംഗിളിൽ നിന്നാണ് പറയേണ്ടത്. ഓട്സ് നല്ലതാണ്. ഓട്സിനകത്തിൽ നല്ലതെന്ന് പറയാൻ ഒന്ന് കാലറിയും കുറവാണ്, കാൽഷ്യം കൂടുതലുണ്ട്. വീറ്റ് ആൻഡ് റൈസ് അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരഭാരം കൂടാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഉള്ളതിൽ മെച്ചം ഹോൾ വീറ്റ്, അതാണ്. റൈസിനകത്തിൽ ബസുമതി പോലുള്ള റൈസാണ് ഇച്ചിരൂടെ ബെറ്റർ. ഫിഷ് ഏറ്റവും നല്ല ഒരെണ്ണമാണ്. അതിൽ നമുക്ക് നല്ല ഇത് കിട്ടുന്നതാണ്, പ്രോട്ടീനും കിട്ടും, വൈറ്റമിൻ ഡി കിട്ടും, കാൽഷ്യം കിട്ടും. മീറ്റ് നമുക്ക് നല്ലതാണ് ഒരു പരിധി വരെ, പക്ഷേ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ കൊളസ്ട്രോളിൻ്റെ പ്രശ്നമുണ്ട്, യൂറിക് ആസിഡ് പ്രശ്നങ്ങളുണ്ട്. അത് ഫുൾ ഓഫ് പ്രോട്ടീനാണത്. അതിൽ ഒരളവ് വരെ നമുക്ക് കാൽഷ്യം കിട്ടും, ചില ഭാഗങ്ങൾ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും, അതായത് അതിൻ്റെ മീറ്റിലെ കരൾ പോലുള്ള ഭാഗങ്ങൾ എടുത്താൽ. എഗ്സ് ഒരു ഫസ്റ്റ് ക്ലാസ് പ്രോട്ടീനാണ്. പക്ഷേ ഇപ്പോൾ പലപ്പോഴും അതിനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത് ഇതിൻ്റെ മഞ്ഞ, അതിനകത്ത് മുഴുവൻ കൊളസ്ട്രോളാണെന്നുള്ളത് കൊണ്ടാണ്. അതിൽ നമ്മുടെ ദൈനംദിന ഇൻടേക്കിലെ ഒരു ചെറിയ ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ഒരു മുട്ടയ്ക്കകത്തിലെ കാലറി എന്ന് പറഞ്ഞാൽ 69 കാലറിയേ ഉള്ളൂ. അത് അത്ര കുറവാണ്. പക്ഷേ അതിനനുസരിച്ച് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മുട്ട കഴിക്കാം. സീഡ് ഓയിൽ ഏത് സീഡാണ്? ഇൻ ജനറൽ സീഡ് ഓയിൽസ് എടുക്കുകയാണെങ്കിൽ ഓക്കെ, നല്ലതാണ്. ഇതിൽ ചില കാര്യങ്ങൾ ലിൻസീഡ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ചില സീഡ്, ഒലിവ് ഓയിൽ, അതൊക്കെ ഏറ്റവും ബെറ്ററാണ്. നമ്മൾ പാവം വെളിച്ചെണ്ണയെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതൊക്കെ നമുക്ക് മിതമായ രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ട് ഒരു പ്രശ്നമുള്ളതല്ല. ഘീ, സാച്ചുറേറ്റഡ് ഫാറ്റ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതാണ് അവിടെ ഇഷ്യൂ വന്നേക്കുന്നത്. അതുകൊണ്ട് അതിന് നമുക്ക് ഒരു പരിധി കൂടുതൽ വേണ്ട. അതിൽ ഏറ്റവും കുഴപ്പക്കാരനാണ് നമ്മുടെ വനസ്പതിയൊക്കെ പണ്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെയാണ് ഏറ്റവും കുഴപ്പക്കാരൻ. ടേബിൾ സോൾട്ട്, ഉപ്പ് മിതമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ചില അസുഖങ്ങളുള്ള ആൾക്കാർ, അതായത് വെയിറ്റ് കൂടുന്ന ആൾക്കാർ, ബ്ലഡ് പ്രഷർ കൂടുന്ന ആൾക്കാർ, അതൊക്കെ കുറയ്ക്കണം. ഇപ്പം പാലിന് പകരം ഓട്ട് മിൽക്ക്, സോയ് മിൽക്ക്, ആൽമണ്ട് വളരെ നല്ലതാണ്. അത് പാലിനെ നമ്മൾ മിതമായ രീതിയിൽ കഴിക്കുന്നതിന് പ്രശ്നമില്ല. അതിനകത്തിൽ നിങ്ങൾക്ക് വെയിറ്റ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിംഡ് മിൽക്ക് ഉപയോഗിക്കാം. അതിനകത്ത് ഫസ്റ്റ് ക്ലാസ് പ്രോട്ടീനുണ്ട്, കാൽഷ്യം ഉണ്ട്. ഇപ്പോൾ ഒരുപാട് നമുക്ക് സോയ മിൽക്കുണ്ട്, അതുപോലെ ഒരുപാട് തരത്തിലുള്ള മിൽക്കുകളുണ്ട്. അതെല്ലാം നല്ല കാൽഷ്യം പ്രോട്ടീനൊക്കെ ഉള്ളത് തന്നെയാണ്. ജങ്ക് ഫുഡ് നോ എ ബിഗ് നോ. കാരണം അത് നമുക്ക് ജങ്ക് ഫുഡിനകത്തിൽ ഇപ്പോൾ ഇത് പറയുകയാണെങ്കിൽ നമ്മൾ ബർഗറിനകത്ത് നിന്ന് അതിൽ ഒരു ലെറ്റൂസ് എടുത്ത് കാണിച്ചിട്ട് ഞാനും വെജിറ്റബിൾ കഴിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കി മൊത്തം 99.9% ഇതിനകത്തിൽ ജങ്ക് കിടക്കുകയാണ്. ഇനി ഇതിൻ്റെ കോസസ് ഞാൻ വായിക്കുന്ന സാധനങ്ങൾ, അപ്പോൾ ഡോക്ടർ ഇതൊരു കോസാണോ അല്ലയോ എന്നുള്ളത്. സ്മോക്കിംഗ്, ബിഗ് കോസ്. ഡ്രിങ്കിങ്, മോഡറേറ്റ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ
അതിനകത്തിൽ ഒരു പരിധി കൂടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് കോസ്. വെയ്പ്പിംഗ് ഇപ്പം എല്ലാവരും സ്മോക്ക് ചെയ്യുന്നത് കുഴപ്പമില്ല, വെയ്പ്പിംഗ് എന്ന് പറഞ്ഞ് ഈ സിഗരറ്റ് പോലത്തെ വെയ്പ്പ് ചെയ്യുന്നില്ലേ? എനിക്ക് അതിനെക്കുറിച്ച് നല്ല ധാരണയില്ല. ഓക്കെ. ലാക്ക് ഓഫ് എക്സസൈസ്, അതൊരു കില്ലറാണ്. ടു മച്ച് എക്സസൈസിനകത്തിൽ അത് കുഴപ്പമില്ല, പക്ഷേ അതിനകത്ത് മറ്റ് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. മസിൽ പെയിൻ ആകാം, മസിൽ സ്ട്രെയിൻ വരാം, പിന്നെ ചില അതിൻ്റെ ഒരു എക്സ്ട്രീമിൽ പോയി കഴിഞ്ഞാൽ മറ്റ് ചില ഒരു ലൈസസ് നമ്മുടെ മസിലിന് കൂടുതൽ ഡാമേജ് വരുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം. ഇനി ലാക്ക് ഓഫ് മിൽക്ക് ഇൻടേക്ക്, പാലിൻ്റെ അളവെടുക്കുന്നത് കുറയുന്നത്. അത് പകരം നമ്മൾ ബാക്കി കൊണ്ട് സപ്ലിമെൻറ്റ് ചെയ്താൽ കുഴപ്പമില്ല, പക്ഷേ നമുക്കൊരു ചെറിയ എമൗണ്ട് ഓഫ് മിൽക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അഡ്വാൻറ്റേജൊക്കെ ഉണ്ട്. ലാക്ക് ഓഫ് കാൽഷ്യം ഉള്ള ഫുഡ്, അതായത് കാൽഷ്യം ഉള്ള ഫുഡിൻ്റെ കുറവ് കൊണ്ട് വലിയ പ്രശ്നമുണ്ടാകും. അത് നമുക്ക് ഓസ്റ്റിയോപോറോസും വരാം, കാൽഷ്യം ഡെപ്ലീഷൻ ഉണ്ടാകാം. ബോഡി വെയ്റ്റ് നമ്മൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് നമ്മൾ ഒരു ഓപ്റ്റിമൈസ് ചെയ്ത് വയ്ക്കണം. 20 to 23 ആണ് ഏഷ്യൻസിനുള്ള ഓപ്റ്റിമം ബോഡി മാസ് ഇൻഡെക്സ്. വെയിറ്റ് കൂടിയാലും പ്രശ്നമാണ്, വളരെ കൂടിക്കഴിഞ്ഞാൽ മോർബിഡ് ഒബീസ് എന്ന് പറഞ്ഞാൽ മറ്റ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. വെയിറ്റ് ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ടുള്ള ഓസ്റ്റിയോപോറോസിസ് മറ്റുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഡോക്ടർ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന്, അതായത് ഏറ്റവും അത്യാവശ്യമാണ് നമ്മുടെ ശരീരം അതിൻ്റെ ബോൺ ഡെൻസിറ്റി എന്ന് പറയുന്നത്. കാരണം ഡോക്ടർ പറഞ്ഞ പോലെ കിടന്ന് നരകിച്ച് ജീവിതം അവസാനിപ്പിക്കലല്ലോ കാര്യം. അങ്ങനെ അതെങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു തന്നതിനും ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം തന്നതിനും ഒരുപാട് നന്ദി ഡോക്ടർ. വളരെ സന്തോഷം.